Hello everyone, I am Khadija from Kanza Women's College. അപ്പോൾ ഇന്ന് ഇന്റേൺഷിപ്പിന്റെ 7th ഡേ ആണ്. സ്നേഹാലയയിൽ വന്നിട്ട് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വീണ മാം നമുക്ക് ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം HOD സാറ്, ജോസഫ് സാറ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം ജോസഫ് സാറാണ് ഏത് രീതിയിലാണ് ഇത് ഫൗണ്ട് ചെയ്തത്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, കുറച്ച് സ്റ്റോറീസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. സത്യം പറഞ്ഞാൽ മൊത്തത്തിലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. സാറിന്റെ ആ ഒരു സ്റ്റോറി കേട്ടിട്ട് നമുക്ക് ചേഞ്ച് ആവാന്നുള്ള ആ ഒരു രീതിക്ക്, സോഷ്യലി നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യാന്നുള്ള രീതിക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഓരോ സെക്ഷന് പോയി കാണുന്ന സമയത്ത് ഓരോ ബുദ്ധിമുട്ടും ഓരോ ആ ഒരു ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ നമ്മളോടുണ്ടാകുന്ന ആ ഒരു കാര്യമെല്ലാം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്നേഹാലയത്തിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ തെരുവിലുള്ള ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് ഇവിടെ അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ആൾക്കാരെ കണ്ടപ്പോൾ സന്തോഷവും സങ്കടവും എല്ലാം തോന്നി. പിന്നെ നമുക്ക് ആദ്യം തന്നെ വീണ മാമും ജോസഫ് സാറും ഇതിനെക്കുറിച്ച് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സ്ഥാപനത്തെ സന്ദർശിക്കാനും വിസിറ്റ് ചെയ്യാൻ പറ്റിയതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് അരുണിമ. ഞാൻ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. ഞാൻ ഇതിനു മുന്നും സ്നേഹാലയയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ വിസിറ്റാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കറിയാം, സ്നേഹാലയ എന്ന് പറയുമ്പോൾ മെൻ്റലി ഇൽഡായിട്ടുള്ള ആൾക്കാർക്കുള്ള റിഹാബിലിറ്റേഷൻ സെൻ്ററാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ വീണ മാം ആയിരുന്നു ഒരു സെഷൻ എടുത്തു തന്നത്. വീണ മാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു എങ്ങനെയാണ് ഫങ്ഷൻസ്, സ്ട്രക്ചറൊക്കെ വരുന്നത് എന്ന്. അതുപോലെ തന്നെ നമ്മുടെ HOD ആയിട്ടുള്ള ക്ലിൻ സാറ് സ്നേഹാലയനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതുപോലെ ജോസഫ് സാറായിരുന്നു ഇതിൻ്റെ ഫൗണ്ടർ. സാറ് ഇതിൻ്റെ ഹിസ്റ്ററിനെ പറ്റി നമുക്ക് പറഞ്ഞു തന്നു. അന്നേരം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി, എങ്ങനെയാണ് സ്നേഹാലയ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ സാറിൻ്റെ എക്സ്പീരിയൻസും സാറിൻ്റെ ലൈഫിൽ ഉണ്ടായ കുറേ സ്റ്റോറീസും നമുക്ക് വളരെയധികം മോട്ടിവേറ്റഡ് ആയി. അതുപോലെ തന്നെ ഇവിടെ സ്റ്റാഫ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻമേറ്റ്സിന് അത്രയും നല്ല കെയറും സപ്പോർട്ടും അതുപോലെ തന്നെ നല്ല തെറാപ്പീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാർഡൊക്കെ വിസിറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ മന്യ മാം ആയിരുന്നു. മാം നമുക്ക് ഇവിടുത്തെ ഇൻമേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന തെറാപ്പീസ് ഒക്കെ പറഞ്ഞു തന്നിരുന്നു. അതുപോലെ നമ്മളിവിടെ വരുമ്പോൾ തന്നെ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. ഇവിടെ പേഷ്യൻസ് ആണെങ്കിലും നമുക്ക് അവരോട് കുറേ സമയം ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അവരുടെ ആക്ടിവിറ്റീസിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കുറേ കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്തിരുന്നു. അതൊക്കെ ഇവർക്ക് വളരെയധികം ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.